എവ്രിവൺ, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നവീൻ? സൂല് പോവാണ്. അപ്പം നിറയെ ആനിമൽസിനൊക്കെ കാണാൻ പോവാണല്ലേ നവീൻ? ആനിമൽസിനെ കാണണ്ടേ? വേണ്ടേ? കൗണ്ട് ചെയ്യാണ്. ഓക്കെ, ഹലോ എവ്രിവൺ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ബാഴ്സലോണ സൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബാഴ്സലോണ സൂവിലേക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന വന്നപ്പോഴാണ് ഒരു ദിവസം സുനിയും പിള്ളേരും കൂടിയിട്ട് സൂവിൽ പോയത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് 80 യൂറോൻ്റെ ഒരു സൂ ക്ലബിൽ മെമ്പറാവാം. സൂവിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്കൊരു ട്രാമാണ് എടുക്കേണ്ടത്. അപ്പോൾ ട്രാം സ്റ്റേഷനിലേക്ക് ഞങ്ങളൊരു 10 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാം സ്റ്റേഷൻ്റെ മുന്നിൽ കണ്ടതാണ് കേട്ടോ ഈ ബസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് അവർ നിർത്തിയിരിക്കുന്നതാണ്. ഇതാകുമ്പോൾ റാൻഡമായിട്ട് പല ആൾക്കാർക്കും വേണമെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ നടത്താം. ഗ്ലോറിയസിന് മുന്നിലാണ് ഞങ്ങൾ ട്രാം കാത്തു നിൽക്കുന്നത്. ഞങ്ങൾ വരുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ട്രാം പോയത് കാരണം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. സമ്മറിൻ്റെ ചൂട് നല്ലോണം ഏറ്റു തുടങ്ങി കേട്ടോ. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉരുകിപ്പോവും, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-10:30ക്കാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ട്രാം സ്റ്റേഷനിൽ വന്ന് ഈ ഒരൊറ്റ ട്രാം എടുത്താൽ മതി, നമുക്ക് നേരിട്ട് അവിടെ സൂവിന് മുന്നിൽ തന്നെ ഇറങ്ങാം കേട്ടോ. പിള്ളേർക്ക് ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്നതാണ് വലിയ ഇഷ്ടം. നിരഞ്ജൻ ഇങ്ങനെ വലിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോകാനാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ട്രാം ഇറങ്ങിയതാ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂവിന് മുന്നിൽ തന്നെ എത്തും കേട്ടോ. നല്ല വെയിലായിട്ടുണ്ട് ഇപ്പം തന്നെ. ഞങ്ങളിപ്പോൾ ഇതാ സൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. സൂവിലേക്കുള്ള 1 ഡേ ടിക്കറ്റിന് അറൗണ്ട് 21 യൂറോ ആണ് അഡൾട്ട്സിന്. പിന്നെ കിഡ്സിനാണെങ്കിലും 12-13 യൂറോനടുത്താണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എൻട്രൻസിന് 4 പേർക്കുള്ളത് ഒരു 60-65 യൂറോസ് വരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 80 യൂറോൻ്റെ ഒരു ഇയറിനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. 1 ഇയറിൽ നമുക്ക് ഫ്രീ എൻട്രൻസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് സൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല. അപ്പോൾ ഒരു പാർട്ടിൽ നമ്മൾ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ പിക്നിക് ഓപ്ഷൻ ഉണ്ട്, ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് പല ദിവസങ്ങളിലായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ ബോറടിക്കത്തുമില്ല. പിന്നെ നമ്മൾ ഓടിപ്പിടിച്ച് നടക്കും വേണ്ട. ഇത് നമ്മുടെ ജാഗ്വാറിൻ്റെയും ലെപ്പേർഡിൻ്റെയും ഒക്കെ സൈഡാണ് കേട്ടോ. അവിടെ ഇവരെ ആരെയും പുറത്ത് കണ്ടില്ല. നവീൻ കുറേ നേരം നോക്കി നിന്നു, പക്ഷേ ഇവരെ ആരും കാണാനില്ല. ഇപ്പോൾ ഒരു വർഷത്തെ ടിക്കറ്റ് ആയതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഇനി ഞങ്ങൾ തിരിച്ചു പോകും. ഇവരിപ്പോൾ 1-2 തവണ ഇവിടെ വന്നത് കാരണം നവീന് ഈ വഴികളൊക്കെ അറിയാം, എവിടെയൊക്കെയാണ് ഏതൊക്കെ ആനിമൽസാണ് നിൽക്കുന്നതെന്നുള്ളത് കുറേയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. നോക്ക് നവീൻ, ബേർഡിനെ
ഇഷ്ടമായോ? ഓ ഇല്ല, നീ കഴിച്ചോ. പിള്ളേർ ഇതേ ടൈഗറിൻ്റെ സെക്ഷൻ്റെ അവിടെയാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. എങ്ങാനും ടൈഗറിനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ടൈഗറിൻ്റെ പൊടി പോലും വന്നില്ല. അവൻ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് സൂവിൻ്റെ മാപ്പാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത്, നമുക്ക് ഒക്കെ നോക്കി കണ്ടുപിടിച്ച് പോകാൻ പറ്റും കേട്ടോ. സൂവിൻ്റെ ഉള്ളിൽ ഒരു നല്ല അടിപൊളി പാർക്കുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേർ ടൈം സ്പെൻഡ് ചെയ്തത് ആ പാർക്കിലാണ്. എന്ത് പറ്റി? ഇതെന്താ? എത്ര ജിറാഫുണ്ട്? നവീൻ ഒന്ന് കൗണ്ട് ചെയ്താണ് അമ്മയ്ക്ക് ജിറാഫിന്. അതിന് കൊണ്ടുവാ.
ഒരു 2 to 3 hours ഞങ്ങൾ സൂവിൽ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ട്രാമിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സൂവിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ട്രാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ട്രാമിൽ കയറിയിരുന്നു. ഇത്രയും നേരം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ പിള്ളേർ നല്ല ടയേർഡായിട്ടോ. നല്ല ചൂടാണ് പുറത്ത്. ഞങ്ങൾ ഗ്ലോറിയസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുന്നിലുള്ള ഒരു ട്രാം സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാനിതാ ഒരു ഐസ്ക്രീം പിള്ളേർക്ക് വാങ്ങിക്കൊടുത്തു. എല്ലാം ഒരു മഞ്ഞമയം. പിള്ളേർക്ക് മാംഗോ ഐസ്ക്രീമാണ് വാങ്ങിയത്. ഞാനതിൻ്റെ കൂടെ ഒരു മാംഗോൻ്റെ ഒരു ഷേക്കും വാങ്ങി. നിരഞ്ജൻ ഇങ്ങനെ ഫ്രൂട്ട് ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ചോക്ലേറ്റ് ഐസ്ക്രീമിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഈ ഇതുപോലെ മാംഗോ, സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്ലേവേഴ്സാണ് ഇഷ്ടം. അത് കാരണം അവൻ വേഗം കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് നവീനെ നോക്കി നിന്നപ്പോൾ പക്ഷേ അവൻ അത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവൻ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് അവനിങ്ങനെ ഷെയർ ചെയ്യണ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക്. ഈ യെല്ലോ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് തന്നെ നമ്മുടെ സൂവിൽ പോകുന്ന കാരണം കൺമുന്നിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ അത് ഭയങ്കര കോയിൻസിഡൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ സൂവിലൊക്കെ പോയി പിന്നെ അതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് മടങ്ങിയുള്ളൂ കേട്ടോ.